जय राधा माधव कुंज बिहारी, जय गोपी जन वल्लभा गिरिवरधारी, यशोदनंदन व्रज जन रंजन, यशोदनंदन व्रज जन रंजन, यमुनतीरावनचारि, जय राधा माधवा कुंज बिहारी, जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंद, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। जय गुरुदेवा, जय गुरुदेवा, जय गुरुदेवा, जय गुरुदेवा, जय प्रभुपदा, जय प्रभुपदा, जय प्रभुपदा, जय प्रभुपदा। निताय गौर हरि बोल, हरि बोल, हरि बोल, निताय गौर हरि बोल। ഹരേ കൃഷ്ണ. ഇന്നത്തെ ഭാഗവതം ക്ലാസ് സേവ എനിക്ക് ലഭിച്ചു. അതിനെനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഞാൻ എസ്പെഷ്യലി നമ്മുടെ നീലഭാരത സത്സംഗനോട് നന്ദി പറയുന്നു, ഇങ്ങനൊരു സേവ എനിക്ക് ലഭിച്ചതിന്. ഈ സേവ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ദീക്ഷാഗുരുവിൻ്റെ അനുഗ്രഹവും അനുമതിയും തേടുന്നു. അതുമാതിരി തന്നെ ഇവിടെ എൻ്റെ എല്ലാ ശിക്ഷാഗുരുക്കന്മാരുടെയും അനുമതിയും അനുഗ്രഹവും തേടുന്നു. എൻ്റെ മാതാപിതാക്കളുടെ, എൻ്റെ ഫാമിലിയുടെ മറ്റെല്ലാ ഭക്തന്മാരുടെയും ആശീർവാദങ്ങളും അനുവാദവും തേടുന്നു. അവരോട് എല്ലാവരുടെ എൻ്റെ നന്ദിയും പ്രകടിപ്പിക്കുന്നു. സോ ഇന്നത്തെ ഭാഗവതം സേവ സ്റ്റാർട്ട് ചെയ്യാം. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 9-ാം അധ്യായം 38-ാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് വായിക്കുന്നത്. സോ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരി. യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 9-ാമത്തെ അധ്യായം 38-ാമത്തെ ശ്ലോകം. ഭീഷ്മദേവന്റെ പ്രാർത്ഥനകളാണ്. ഒരു പ്രാവശ്യം ഞാൻ വായിക്കാം. രണ്ടാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ എല്ലാവരും അവരവരുടെ അടുത്ത് തന്നെത്താനെ റിപ്പീറ്റ് ചെയ്തു. ആരും മൈക്ക് ഓപ്പൺ ചെയ്യണ്ട. शीतविशीका हतो विशीर्णदंशा क्षतज परिप्लुततायिनो मे वृषभमभिशाशर मद्वधार्तं सभवतु मे भगवान् गतिर्मुकुन्द. ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്. രണാങ്കണത്തിൽ ഭീഷ്മദേവനും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിലുള്ള മോക്ഷദായകനായ പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാൻ എൻ്റെ പരമ ആത്യന്തികമായ
പ്രാപ്യസ്ഥാനമായി തീരട്ടെ. യുദ്ധഭൂമിയിൽ മൂർച്ചയേറിയ ശരങ്ങളാൽ ഞാൻ ഏൽപ്പിച്ച മുറിവുകൾ നിമിത്തം ക്രോധത്താൽ എന്ന പോലെ അദ്ദേഹം എൻ്റെ നേരെ പാഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ കവചം ഛിന്ന ഭിന്നമാക്കുകയും മുറിവുകളാൽ അദ്ദേഹത്തിന്റെ ശരീരം രക്തപൂരിതമാവുകയും ചെയ്യുന്നു. ശബ്ദാർത്ഥങ്ങൾ വായിക്കാം. ഷിത മൂർച്ചയേറിയ, വിശിഖ ശരങ്ങൾ, ഹതം മുറിവേൽക്കപ്പെട്ടുകയാൽ, ദംശ കവചരെ ഛിന്ന ഭിന്നമാക്കി, ക്ഷതജ മുറിവുകളാൽ, പരിപ്ലുത രക്തത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട്, ആതതായിന മഹാക്രമി മേ എൻ്റെ പ്രസഭം രൗദ്രഭാവത്തോടെ അഭിസാര പാഞ്ഞെടുക്കാൻ ആരംഭിച്ച്, മത് വധ അർത്ഥം എന്നെ വധിക്കുക എന്ന ഉദ്ദേശത്തോടെ, സ അദ്ദേഹം, ഭഗവാൻ ഭവതു ആയിത്തീരട്ടെ, മേ എൻ്റെ ഭഗവാൻ പരമദിവ്യോത്ത പുരുഷവൻ, ഗതി പ്രാപ്യസ്ഥാനം, മുകുന്ദ മോക്ഷപ്രദാനം ചെയ്യുന്നവൻ. ഹരേ കൃഷ്ണ. ഒരു പ്രാവശ്യം വായിക്കാം. എല്ലാവരും അവരവരുടെ അടുത്ത് വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്യാം. ശീതവിശീക ഹതോ വിശീർണദംശ ക്ഷതജ പരിപ്ലുതതായിനോ മേ പ്രശമഭീഷാശര മദ്വധാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദ. ഹരേ കൃഷ്ണ. നമുക്ക് ട്രാൻസ്ലേഷനിലേക്ക് പോവാം. ട്രാൻസ്ലേഷൻ പർപ്പോർട്ട് ബൈ ശില പ്രഭുപാദ്. ജയ് ശില പ്രഭുപാദ്. ആരെങ്കിലും മാതാജിമാർക്കോ പ്രഭുക്കന്മാർക്കോ ഭാവാർത്ഥം വായിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. രണാങ്കണത്തിൽ ഭാവാർത്ഥം. ശ്രീ പ്രഭുപാദ് കീ ജയ്. രണാങ്കണത്തിൽ ഭീഷ്മദേവനും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിലുള്ള പെരുമാറ്റം രസകരമാകുന്നു. എന്തെന്നാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രവർത്തനങ്ങൾ അർജുനനോട് പക്ഷപാതപരവും അതേസമയം ഭീഷ്മദേവനോട് ശത്രുതാപരവുമായി തോന്നിപ്പിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇവയൊക്കെ മഹാഭഗവത് ഭക്തനായ ഭീഷ്മദേവനോടുള്ള സവിശേഷമായ പ്രീതി പ്രകടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാകുന്നു. ശത്രുതാഭാവത്തോടെയും ഭഗവാനെ സംപ്രീതനാക്കുവാൻ ഒരു ഭക്തന് സാധ്യമാകുന്നുവെന്നതാണ് അത്തരം പെരുമാറ്റത്തിന്റെ അതായത് ബന്ധത്തിന്റെ അമ്പരിപ്പിക്കുന്ന അർത്ഥം. ഭഗവാൻ നിരപേക്ഷനാകയാൽ ഒരു ശത്രുവിന്റെ പ്രവൃത്തിയായ ആക്രമണത്തിലൂടെ പോലും ഭഗവാന് തന്റെ ശുദ്ധഭക്തനിൽ നിന്നുള്ള സേവനം സ്വീകരിക്കാൻ കഴിയുന്നു. ഭഗവാന് ശത്രുക്കൾ ആരുമില്ലെന്ന് മാത്രമല്ല, ശത്രുക്കളെന്ന് വിളിക്കപ്പെടുന്നവർക്ക് പോലും അദ്ദേഹത്തിന് ഹാനി വരുത്തുക സാധ്യമല്ല. എന്തെന്നാൽ അദ്ദേഹം അജിതൻ അഥവാ അപരാജിതനാകുന്നു. എങ്കിലും ആരും ഭഗവാനേക്കാൾ ഉന്നതരല്ലെങ്കിലും ഉയർന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് ഭക്തൻ ഭഗവാനെ നിയന്ത്രിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യുമ്പോൾ അദ്ദേഹം ആസ്വദിക്കുന്നു. ഇവയൊക്കെ ഭഗവാനും ഭഗവത് ഭക്തനും തമ്മിലുള്ള അതീന്ദ്രിയ പാരസ്പര്യത്തെ ബന്ധമാറ്റമാകുന്നു. ഇവയൊക്കെ ശുദ്ധഭക്തിയുത സേവനത്തെ സംബന്ധിച്ച യാതൊരു ജ്ഞാനവുമില്ലാത്ത ഒരാൾക്ക് അപ്രകാരമുള്ള പെരുമാറ്റത്തിന്റെ രഹസ്യം മനസ്സിലാക്കുക സാധ്യമല്ല. വീരോചിതനായ യുത്സുവിന്റെ ഭാഗമാണ് ഭീഷ്മദേവൻ അഭിനയിക്കുന്നത്. മാത്രവുമല്ല, സാമാന്യ നേത്രങ്ങൾക്ക് ഭഗവാന്റെ ശരീരം മുറിവേൽക്കപ്പെടുന്നു എന്ന് തോന്നിപ്പിക്കാനായി ഭഗവാന്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കപ്പെട്ടതും മനഃപൂർവ്വമായിരുന്നു. യഥാർത്ഥത്തിൽ ഇവയൊക്കെ അഭക്തരെ സംപ്രാപ്തരാക്കുന്നതാകുന്നു. സർവം ആത്മീയമായ ശരീരത്തെ ക്ഷതമേൽപ്പിക്കുവാൻ സാധ്യമല്ല. മാത്രവുമല്ല, ഭക്തൻ ഭഗവാന്റെ ശത്രു ആയിരിക്കുകയും സാധ്യമല്ല തന്നെ. അല്ലെങ്കിൽ ഭീഷ്മദേവൻ അതേ ഭഗവാനെ തന്റെ ജീവിതത്തിന്റെ പരമപ്രാപ്യസ്ഥാനമായി ലഭിക്കുവാൻ ആഗ്രഹിക്കുകയില്ലായിരുന്നു. ഭീഷ്മദേവൻ ഭഗവാന്റെ ശത്രുവായിരുന്നു എങ്കിൽ നിന്നിടത്തു നിന്നും ഒട്ടും അനങ്ങാതെ തന്നെ അദ്ദേഹത്തെ വധിക്കുവാൻ ഭഗവാൻ കഴിയുമായിരുന്നു. രക്തത്താൽ അഭിഷിക്തനായി മുറിവുകളോടെ ഭീഷ്മദേവന്റെ മുന്നിൽ വരേണ്ട യാതൊരു ആവശ്യവും അദ്ദേഹത്തിനില്ലായിരുന്നു. ശുദ്ധഭക്തനാൽ സൃഷ്ടിക്കപ്പെട്ട മുറിവുകളോടെ അലങ്കരിക്കപ്പെട്ട അതീന്ദ്രിയ ശരീരത്തോടെ യോദ്ധാവായ ഭക്തന് ദർശനം നൽകുവാനാണ് ഭഗവാൻ അപ്രകാരം പ്രവർത്തിച്ചത്. ഭഗവാനും സേവകനും തമ്മിലുള്ള അതീന്ദ്രിയ രസം അന്യോന്യം കൈമാറുന്ന മാർഗമാണിത്. അത്തരത്തിലുള്ള പരസ്പര കൈമാറ്റത്തിൽ ഭഗവാനും ഭക്തനും അവരവരുടേതായ സ്ഥാനങ്ങളിൽ ശ്ലാഘിക്കപ്പെടുന്നു.
ഭീഷ്മദേവന് നേരെ ഭഗവാൻ പാഞ്ഞപ്പോൾ അർജുനൻ തടഞ്ഞത് ഭഗവാനിൽ അത്യന്തം ദേഷ്യമുണ്ടാക്കിയെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഒരു കാമുകൻ കാമുകിയുടെ അടുത്തേക്ക് ചെല്ലുന്നത് പോലെ ഭീഷ്മദേവന് നേരെ അദ്ദേഹം കുതിച്ചു. സ്പഷ്ടമായി ഭഗവാന്റെ തീരുമാനം ഭീഷ്മദേവനെ വധിക്കുകയായിരുന്നു. എന്നാൽ പരമാർത്ഥത്തിൽ ഭഗവാന്റെ മഹാഭക്തനെന്ന നിലയ്ക്ക് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താനായിരുന്നു ഭഗവാൻ അപ്രകാരം പ്രവർത്തിച്ചത്. ഭഗവാൻ എല്ലാ ബദ്ധാത്മാക്കളുടെയും രക്ഷകനാകുന്നു. നിർവ്യക്തികവാദികൾ അദ്ദേഹത്തിൽ നിന്നും മോക്ഷം കാക്ഷിക്കുന്നു. അങ്ങനെ അവരുടെ കാംക്ഷയ്ക്കനുസരിച്ചുള്ള മോക്ഷം ഭഗവാൻ സദാ അവർക്ക് പ്രദാനം ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഭീഷ്മദേവൻ ഭഗവാനെ അദ്ദേഹത്തിന്റെ വ്യക്തിഗത ലക്ഷണങ്ങളോടെ ദർശിക്കുവാൻ അഭിലഷിച്ചു. ഈ തൃഷ്ണ എല്ലാ ശുദ്ധഭക്തരിലും ഉണ്ടാകും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓമജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനാശലാഖ്യ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ബദല ശ്രീമതി ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശാരണ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. സോ ശ്രീമദ് ഭാഗവതത്തിന്റെ വളരെ എല്ലാ സ്ഥലങ്ങളും രസകരമാണ്. ബട്ട് ഇതും ഒരു വളരെ രസകരമായ ഒരു ഭാഗമാണ്. ഈ ശ്രീല പ്രഭുപാദ് തന്നെ ഭാവാർത്ഥത്തിൽ പറയുന്നു, തുടങ്ങുന്നത് തന്നെ രണാങ്കണത്തിൽ ഭീഷ്മദേവനും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിലുള്ള പെരുമാറ്റം വളരെ രസകരമാകുന്നു എന്ന് പറഞ്ഞാണ് ശ്രീല പ്രഭുപാദ് ഭാവാർത്ഥം തുടങ്ങുന്നത്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? മഹാഭാരത യുദ്ധത്തിന്റെ 10ാമത്തെ ദിവസത്തെ എന്താണ് സംഭവമാണ് ഇവിടെ പറയുന്നത്, സൂചിപ്പിക്കുന്നത്. അതിനുശേഷം പ്രാർത്ഥനകള്, യുദ്ധത്തിന്റെ അവസാനത്തിന് ശേഷവും. സോ 9ാം ദിവസം രാത്രി ദുര്യോധനൻ പോയി ഭീഷ്മദേവനെ ചൊടിപ്പിക്കും. അദ്ദേഹം തന്റെ ശക്തി പൂർണ്ണമായിട്ട് എടുക്കുന്നില്ല ഈ യുദ്ധത്തില്. ഇപ്പോഴും പാണ്ഡവരോടായിട്ടുള്ള ഒരു പ്രതിബദ്ധത ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ പറയും. അപ്പൊ ഭീഷ്മദേവൻ പറയും, നാളെ 10ാം ദിവസത്തില് ഞാൻ അർജുനനെ വധിക്കും, അല്ലെങ്കിൽ ഭഗവാൻ ആയുധം എടുത്തില്ലെങ്കിൽ ഞാൻ അർജുനനെ വധിക്കും എന്ന് പറഞ്ഞിട്ട് വളരെ വളരെ എന്താ പറയാ വീര്യത്തോടെ, വളരെ ആവേശത്തോടെ ഭീഷ്മദേവൻ യുദ്ധം ചെയ്യുവാണ് 10ാമത്തെ ദിവസത്തില്. യുദ്ധം ചെയ്തിട്ട് അർജുനന് ഭീഷ്മദേവന്റെ ശരമാരി തടുക്കാൻ പറ്റണില്ല. എന്നിട്ട് ഭീഷ്മദേവൻ അർജുനന്റെ സാരഥിയായ ഭഗവാന്റെ എന്താ പറയാ പടച്ചട്ട അതെല്ലാം പൊട്ടിച്ച് ഭഗവാന്റെ ദേഹത്തുമൊക്കെ അമ്പുകൾ കൊണ്ട് പ്രത്യക്ഷമുള്ള രീതിയിൽ ഭഗവാന്റെ ദേഹത്തിൽ നിന്ന് രക്തം പൊടിക്കാൻ വരാം. ഭഗവാൻ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ഭഗവാൻ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കും ഭഗവാൻ ആയുധമൊന്നും എടുത്തിട്ടില്ല. ഭഗവാൻ ആയുധം എടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുവാണ്. സോ അവിടെ കാണുന്ന ഒരു രഥത്തിന്റെ ചക്രം എടുത്തിട്ട് ഭീഷ്മദേവന്റെ നേരെ പാഞ്ഞു വരുമ്പോ ഭഗവാൻ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്തത് അർജുനൻ അറിയാം. അർജുനൻ വന്ന് ഭീഷ്മദേവന്റെ കാലിൽ പിടിക്കും, എന്നിട്ടും ഭഗവാൻ നിൽക്കണില്ല. സോ ആ ഒരു സീൻ, ആ ഒരു സിനാരിയോ നമുക്ക് ആണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, തുടക്കം. അതിൽ നിന്ന് ശേഷം എന്ത് സംഭവിക്കും? ഭീഷ്മദേവൻ പിന്നീട് വീഴ്ത്തപ്പെടുകയും യുദ്ധം അവസാനിച്ചതിന് ശേഷം യുധിഷ്ഠിരനെ കൂട്ടി ഭഗവാൻ ഭീഷ്മദേവന്റെ അടുത്ത് വരികയും അവിടെ വെച്ച് ഭീഷ്മദേവൻ യുധിഷ്ഠിരനെ ഉപദേശിക്കുകയും ഇതെല്ലാം ശേഷം ഈ 9ാമത്തെ അധ്യായത്തില് 32ാമത്തെ ശ്ലോകം മുഴുവൻ ഭീഷ്മദേവൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് ഭീഷ്മസ്തുതി എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഭീഷ്മസ്തുതിയിലെ ഒരു പ്രാർത്ഥനയാണ് നമ്മളിപ്പോ വായിച്ചത്. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭീഷ്മദേവനും ഭഗവാനും തമ്മിലുള്ള വളരെ രസകരമായ ഇന്ററാക്ഷനും ഭഗവാനും ഭക്തനും തമ്മിലുള്ള ആ സംബന്ധവും, അതുപോലെ തന്നെ ഭീഷ്മദേവന്റെ മഹത്വവും ഭഗവാന്റെ കൃപയും ഭഗവാന്റെ ഒരു ഭക്തനോടുള്ള സ്നേഹവും
എല്ലാം നമുക്ക് ഈ ഭാഗത്ത് പ്രകടമാവും. ലൈക്ക് ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഒരു പ്രത്യക്ഷ രീതിയിൽ, ഒരു അഭക്തൻ എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നത് എന്താണ്? ഭീഷ്മദേവനും കൗരവരുടെ ഭാഗത്തുള്ള ആ, ഒരു പോരാളി, കൗരവരുടെ സേനാപതി, വളരെ അധികം യുദ്ധപരിജ്ഞാനവും ഭൗതികമായ പരിജ്ഞാനവും ഒക്കെയുള്ള ഒരു പോരാളിയാണ്. ഈ ആക്ച്വലി ആ രണാങ്കണത്തിലുള്ള ടോപ്പ് മോസ്റ്റ് വാരിയർ വാസ് ഭീഷ്മദേവ്, റൈറ്റ്? ആ രണാങ്കണത്തിലുള്ള ഏറ്റവും ശക്തിയേറിയ ജനറൽ ഭീഷ്മദേവനാണ്. സോ ഭീഷ്മദേവന്, പരശുരാമന് പോലും ഭീഷ്മദേവനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. ഭീഷ്മദേവൻ പരശുരാമനെ തോൽപ്പിക്കും, റൈറ്റ്? സോ അത്രയ്ക്ക് ശക്തിയേറിയ ഒരു വാരിയർ ആണ് ഭീഷ്മദേവൻ. സോ ആ ഭീഷ്മദേവൻ ഉള്ളിടത്തോളം കാലം ഒരിക്കലും പാണ്ഡവർക്ക് ജയിക്കാൻ പറ്റില്ല. സോ ആ പാണ്ഡവർക്ക് പറയാം, മൂന്ന് പോരാളികളാണ്, 3 ജനറൽസ് ആണ് കൗരവ പക്ഷത്തുള്ളവരെ. അവരെ ഒരിക്കലും ആയുധമുള്ളപ്പോ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് ഭഗവാൻ അറിയാം. സോ ആരൊക്കെയാണിത്? ഭീഷ്മര്, ദ്രോണര്, കർണൻ. ഇവരെ 3 പേരെയും അവരുടെ കയ്യിൽ ആയുധം ഉണ്ടെങ്കിൽ ആർക്കും അവരെ തോൽപ്പിക്കാൻ സാധിക്കില്ല. സോ ഭഗവാൻ എന്ത് ചെയ്യും? ഈ 3 പേരെയും ആയുധം അവർ ഉപയോഗിക്കാത്ത സിറ്റുവേഷൻ ഭഗവാൻ ക്രിയേറ്റ് ചെയ്യും. ആർക്ക് വേണ്ടി? തൻ്റെ പ്രിയ ഭക്തരായ പാണ്ഡവർക്ക് വേണ്ടി. സോ ദ്രോണർക്കാണെങ്കിൽ ഓക്കെ, അശ്വത്ഥാമാവ് എന്ന ആന പോവും, അപ്പൊ ദ്രോണര ആയുധം ഉപേക്ഷിക്കും. കർണന് രഥചക്രം താഴും, അപ്പോൾ കർണന് ആയുധം ഉപേക്ഷിക്കേണ്ടി വരും. പിന്നെ ഭീഷ്മദേവര് എങ്ങനെയാണ്? ഭീഷ്മദേവരെ ശകുനിയെ മുൻനിർത്തും. ശകുനിയെ മുൻനിർത്തുമ്പോൾ ഭീഷ്മദേവർ ആയുധം ഉപയോഗിക്കില്ല. സോ ഇതെല്ലാം ആരുടെ പ്ലാനാണ്? ഇതെല്ലാം ഭഗവാന്റെ പ്ലാനാണ്. എന്തിന്? പാണ്ഡവരെ രക്ഷിക്കാൻ, തൻ്റെ ഉത്തമ ഭക്തനായ അർജുനനെ രക്ഷിക്കാൻ ഭഗവാൻ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജീസ് ആണ്. സോ അങ്ങനെ ഭീഷ്മദേവനെ ഭഗവാന്റെ നിയുക്തമായ ഒരു ഐഡിയയാൽ ഭീഷ്മദേവനെ വീഴ്ത്തപ്പെടും, റൈറ്റ്? ഭീഷ്മദേവൻ വീഴ്ത്തും. സോ എന്നിട്ട് ലാസ്റ്റ് ചെല്ലുമ്പോൾ ഭീഷ്മദേവൻ എന്താ ചെയ്യുന്നത്? ഭീഷ്മദേവൻ ആ ഭഗവാനെ, ആരാണോ തൻ്റെ വീഴ്ചയ്ക്ക് അതിൻ്റെ ഒരു മാപ്പ് വരച്ചത്, ആ ഭഗവാനെ ഗ്ലോറിഫൈ ആണ്. സോ പ്രത്യക്ഷാദേക്കും നോക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? ഭഗവാൻ അർജുനനോട് ഫേവർ ചെയ്യുന്നു, ഭീഷ്മദേവനോട് ഡിസ്ഫേവർ ചെയ്യുന്നു. നോക്കുമ്പോൾ ഇത് ആക്ച്വലി ഒരു പാർഷ്യാലിറ്റി അല്ലേ എന്ന് തോന്നും. ഭീഷ്മദേവനും ഭഗവാന്റെ ഭക്തനാണ്. ഭീഷ്മദേവൻ ഒരു സാധാരണ വ്യക്തിയല്ല. 12 മഹാജനങ്ങളിൽ പറയപ്പെടുന്ന പേരാണ് ഭീഷ്മർ. ആരാണ് ഈ 12 മഹാജനങ്ങൾ? സ്വയംഭൂർ നാരദ ശംഭു കുമാര കപിലോമനോ പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബിലിർവയ്യാസഗീർ വയം ദ്വാദശിതേ വിജ്ഞാനിമോ ധർമ്മം ഭഗവതം ബത ഗുഹ്യം വിശുദ്ധം ദുർബോധം യം ജ്ഞാത്മാർത്ഥം അശ്നത്തെ. 12 പേരായിരിക്കുക? സ്വയംഭൂ, അതായത് ബ്രഹ്മദേവൻ, നാരദ, ശംഭു, ശിവൻ, കുമാര, ചതുഷ്കുമാരന്മാര്, കപില, മനു, സ്വയംഭൂ മനു, പ്രഹ്ലാദൻ, ജനകൻ, ഭീഷ്മൻ, ബലി, വയ്യാസകി, സുഖദേവ് ഗോസ്വാമി ആൻഡ് വയം. വയം എന്ന് പറയുന്നത് സ്വയം. അതാരാണ് പറയുന്നത്? യമധർമ്മനാണ്. സോ യമധർമ്മൻ 12ാമത്തെ ആള്. സോ 12 പേരിലെ മഹാജനങ്ങളിൽ ഒരാളാണ് ഈ ഭീഷ്മൻ. സോ ഭീഷ്മർ സാധാരണ വ്യക്തിയല്ല. ഈ 12 മഹാജനങ്ങളിൽ അർജുനന്റെ പേര് പറയുന്നില്ല, റൈറ്റ്? സോ ഭീഷ്മദേവൻ വളരെ ശ്രേഷ്ഠരായ ഒരു ഭക്തനാണെന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. സോ അപ്പൊ പ്രത്യക്ഷ നോക്കുമ്പോൾ ഇത് ഭഗവാൻ ഭീഷ്മദേവനോട് ഇത്തിരി പാർഷ്യലും അർജുനനോട് ഒത്തിരി ഫേവറിങ്ങും ആണോ എന്ന് ഒരു അഭക്തന് തോന്നാം. ബട്ട് ശ്രീമദ് ഭാഗവതം ഒരു മൾട്ടിപ്പിൾ ലെയർ ഉള്ളതാണ്. അതിനകത്തുള്ള രസങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് സ്വയമായിട്ട് ഒരു ഭക്തനെ, നമുക്ക് മീൻസ് എനിക്ക് ആക്ച്വലി സ്വയമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അത്രത്തോളം ഭക്തിയുടെ പാരമ്യത്തിലെത്തണം. ശ്രീല പ്രഭുപാദിന്റെ ഭാവാർത്ഥത്തിൽ ഇതിനെ വിശദീകരിക്കുന്നു. ശ്രീല പ്രഭുപാദിന്റെ ഭാവാർത്ഥം അല്ലെങ്കിൽ ഒരു ഉത്തമ ഭക്തന് അത് ഗ്രഹിക്കാൻ സാധിക്കും. അതിലൂടെ നമുക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശ്രീല പ്രഭുപാദൻ എന്താ പറയുന്നത് ഇവിടെ? ആക്ച്വലി ഭീഷ്മദേവനോട് ശത്രുപരമായി നമുക്ക് തോന്നിക്കാം, എന്നാൽ യഥാർത്ഥത്തിൽ അവയെല്ലാം ഭഗവാന്റെ മഹാഭക്തനായ ഭീഷ്മദേവനോടുള്ള സവിശേഷ പ്രീതി പ്രകടിപ്പിക്കാൻ
ഉദ്ദേശിച്ചുള്ളതാകുന്നു. സോ ഭീഷ്മദേവനോടുള്ള ആക്ച്വലി ആ ഒരു സ്പെഷ്യൽ മേഴ്സി അല്ലെങ്കിൽ സ്പെഷ്യൽ സ്നേഹം ഭഗവാന്റെ അത് പ്രകടിപ്പിക്കാനായിരുന്നു. ഇവിടെ 2 തരത്തിലുള്ള പ്രതിജ്ഞകളുണ്ട്. ഒരു പ്രതിജ്ഞ എന്താണ്? ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കുന്ന ഭീഷ്മദേവന്റെ പ്രതിജ്ഞ. രണ്ടാമത്തെ പ്രതിജ്ഞ എന്താണ്? ഭഗവാൻ ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞ വാക്ക്. പക്ഷേ ഭഗവാൻ നോക്കിയാലൊട്ടെ, ഭഗവാൻ സ്വന്തം വാക്ക് ഇവിടെ ആക്ച്വലി ഉപേക്ഷിക്കുന്നു. എന്തിനു വേണ്ടി? ഭീഷ്മദേവന് വേണ്ടി. സോ ഭീഷ്മദേവന് വേണ്ടി ഭഗവാൻ ആ ആയുധം എടുക്കുന്നു എന്നാ എടുക്കുന്നില്ല. ആക്ച്വലി രഥചക്രം എടുത്ത് ഭഗവാൻ പോകുന്നു. ആൻഡ് ഭീഷ്മദേവൻ ഒരു വാരിയറാണ്, ഒരു എന്താ പറയാ, വീരനാണ്. സോ അദ്ദേഹത്തിന് ഭഗവാനോടുള്ള അതിയായ സ്നേഹമുണ്ട്. ആ സ്നേഹത്തിലും ഭഗവാനെ ആക്ച്വലി ആ ഒരു വീരൻ അല്ലെങ്കിൽ ഒരു പോരാളി എന്നുള്ള രീതിയിൽ ഭഗവാനെ കാണാൻ ഒരു ഭീഷ്മദേവൻ ആഗ്രഹിച്ചിരുന്നു. സോ ഭീഷ്മൻ സാധാരണ വ്യക്തികൾ ചിന്തിക്കുന്ന മാതിരിയല്ല ക്ഷത്രിയർ ചിന്തിക്കുന്നത്. ക്ഷത്രിയർ യുദ്ധത്തിന് പോകുമ്പോൾ ആക്ച്വലി അവരെന്താണ്? അവർ തിരിച്ചു വരില്ല. അവർ മരിക്കാൻ വേണ്ടി തയ്യാറായിട്ടാണ് പോകുന്നത്. അവർ മനസ്സിൽ മരണം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആക്ച്വലി ആ മരണത്തിൽ അല്ലെങ്കിൽ യുദ്ധഭൂമിയിൽ മരിക്കുന്നതിൽ അവർക്ക് ഏറ്റവും വലിയ വിജയമാണ് അവർക്ക്. സോ അവർക്ക് എന്താ പറയാ, ആ വീരരസത്തിൽ വർത്തിക്കുന്ന വ്യക്തികളാണ് ക്ഷത്രിയർ. സോ അവർക്കും അതേപോലെ തന്നെയാണ് ഭഗവാനെയും അവർ ആ വീരരസത്തിൽ കാണാൻ ഭീഷ്മദേവൻ ആഗ്രഹിച്ചു. സോ അത് കാണാൻ വേണ്ടി എങ്ങനെയാണ് ഭഗവാൻ ആ വീരരസത്തിൽ ഭീഷ്മദേവന്റെ മുന്നിൽ പ്രകടമായി. റൈറ്റ്? ഭീഷ്മദേവന്റെ ആഗ്രഹം സാധിച്ചു. ഭീഷ്മദേവനോടുള്ള സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ആണ് ഭഗവാൻ അവിടെ പ്രകടിപ്പിക്കുന്നത്. സോ ഭീഷ്മദേവന് വേണ്ടി ഭഗവാൻ സ്വന്തം വാക്കിനെ മറികടന്നു. പിന്നെ ഇവിടെ കാണാവുന്നത്, ഭീഷ്മദേവൻ നമ്മൾ പലയിടത്തും കാണുമ്പോൾ ഭീഷ്മദേവന്റെ പേര് എങ്ങനെയാ വന്നേന്നൊക്കെ നമ്മൾ കേട്ടു. ഭീഷ്മദേവൻ പലതരത്തിലുള്ള വളരെ ഘോരമായ പ്രതിജ്ഞകൾ എടുത്തിട്ടുണ്ട്. സോ ഈ ഘോര പ്രതിജ്ഞയെല്ലാം പാലിക്കാൻ അദ്ദേഹം ആജീവനാന്തം അത് പാലിച്ചു വന്നിരുന്നു. സോ അദ്ദേഹം എന്താ പറയാ, കൗരവ കുലത്തിന് വേണ്ടി അദ്ദേഹം യുദ്ധം ചെയ്തു. പല സോഷ്യൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസിന്റെ എല്ലാം ഒരു 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 പയനിയറാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ശ്രേഷ്ഠമായ വ്യക്തിയാണ്. അതെല്ലാം അറിയുന്ന, റൈറ്റ്, അതെല്ലാം പാലിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതെല്ലാം പാലിച്ചുകൊണ്ടതാണ് അദ്ദേഹം കൗരവപക്ഷത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ബട്ട് ഭഗവാൻ ആ ചക്രം വീലെടുത്ത നിമിഷം ഭീഷ്മദേവന്റെ റിയാക്ഷൻ എന്താണ്? പാഞ്ഞു വരുവാണ് ഈ ഭഗവാൻ ഈ വീലെടുത്തിട്ട് അല്ലെങ്കിൽ രഥത്തിന്റെ ചക്രം എടുത്ത് പാഞ്ഞു വരുവാണ്. ഭീഷ്മദേവൻ അപ്പൊ എന്താ ചെയ്യണേ? സാധാരണ ഒരു പോരാളിയാണെങ്കിൽ മറ്റൊരാൾ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചും യുദ്ധം ചെയ്യും, തിരിച്ചും ശസ്ത്രം എടുക്കും, റൈറ്റ്? ക്ഷത്രിയരല്ലേ? പക്ഷെ ആ നിമിഷം ഭഗവാൻ കൗരവരെ മറന്നു. ആ നിമിഷം ഭീഷ്മൻ തന്റെ പ്രതിജ്ഞകളെ മറന്നു. ആ നിമിഷം ഭീഷ്മ തന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, സോഷ്യൽ എറ്റിക്വറ്റ്സ് എല്ലാം മറന്നു ഭീഷ്മദേവൻ എന്ത് ചെയ്തു? നമ്മൾ ആ പടം കാണാം. ശിലപ്രഭുപാദിന് വളരെ ഇഷ്ടമുള്ള ഒരു പിക്ചറാണ് ഇപ്പൊ ഈ രഥത്തിൽ നിന്ന് വീലെടുത്ത് ഭീഷ്മദേവനിലേക്ക് പാഞ്ഞു വരുന്ന ഭഗവാന്റെ ആ ഒരു പിക്ചർ, റൈറ്റ്? ഭീഷ്മദേവൻ രഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശസ്ത്രങ്ങളെല്ലാം താഴെയിട്ടു, എന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വിടർത്തി നിൽക്കുവാണ്. പൂർണ്ണമായി ഭഗവാനെ ശരണാഗതി എടുത്ത ഒരു പൊസിഷൻ. ഭഗവാനെ, ഇഫ് യു വാണ്ട് ടു കിൽ മീ, ജസ്റ്റ് കിൽ മീ, റൈറ്റ്? കംപ്ലീറ്റ്ലി എല്ലാ റൂൾസും ദാറ്റ് മൊമെന്റ്, ആ നിമിഷത്തില് പൂർണ്ണമായി ബാക്കിയുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഭീഷ്മദേവൻ അവിടെ കളഞ്ഞു. ഭീഷ്മദേവൻ അവിടെ കളഞ്ഞിട്ട് ഭീഷ്മദേവൻ ഭഗവാന്റെ പൂർണ്ണ ശരണാഗതിയിൽ നിൽക്കുകയാണ്. ആൻഡ് ആ നിമിഷം ഇസ് ഫുൾ സറണ്ടർ ഓഫ് ഭീഷ്മ ടു കൃഷ്ണ. പിന്നെ അതിനുശേഷം പിന്നീട് യുദ്ധം കണ്ടിന്യൂ ചെയ്യുന്നു. എല്ലാം ബാക്കിയുള്ള നമ്മൾ കേട്ടിട്ടുള്ള കുരുക്ഷേത്ര യുദ്ധത്തിന്റെ കഥകൾ പിന്നീട് പ്രൊസീഡ് ആവുന്നു. സോ ഇവിടെ
ഇവിടെ കാണാവുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഇതിലേക്ക് എൻട്രി ചെയ്യാം, ഇതിന്റെ ആ രസത്തിലേക്ക്. സോ ഭഗവാൻ നമുക്ക് പ്രമുഖമായിട്ട് ഭഗവാന്റെ രസങ്ങള്, ഗോലോകത്തിലുള്ള രസങ്ങള് 5 രസങ്ങളാണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാണ്? ശാന്തം, ദാസ്യം, സഖ്യം, മാധുര്യം, അങ്ങനെ 5 രസങ്ങൾ പറയും. ഇത് മുഖ്യ രസങ്ങൾ. ഇത് കൂടാണ്ട് 7 ഗൗണ്യ രസങ്ങളുണ്ട്. ആ 7 രസങ്ങളിൽ, ഗൗണ്യ രസങ്ങളിലാണ് അങ്ങനെ ടോട്ടലി 12 രസം. അതാണ് ഭക്തിരഥ രസാമൃത സിന്ധുവില് രൂപഗോസ്വാമി നമുക്ക് ഈ രസങ്ങളെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഈ 12 രസങ്ങളിൽ ഒരു രസമാണ് വീര്യരസം. ഭഗവാന് ഈ വീര്യരസം ആസ്വദിക്കാനും ഇഷ്ടമാണ്, റൈറ്റ്? പക്ഷെ ഈ വീര്യരസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകത എന്താ വെച്ചാല് ഈ ബാക്കിയുള്ള രസങ്ങളെല്ലാം ഭഗവാന് എവിടെയും ഗോലോകത്തില് ആസ്വദിക്കാൻ പറ്റും. പക്ഷെ ഈ വീര്യരസം ആസ്വദിക്കണമെങ്കിൽ ഗോലോകത്തില് സാധിക്കില്ല. അതിന് ഭഗവാന്റെ സ്വന്തം സൃഷ്ടിയായ ഭൗതിക ലോകത്തിൽ ഭഗവാൻ വരുന്നു. കാരണം വീര്യരസം ആസ്വദിക്കണമെങ്കിൽ ഭഗവാനോട് യുദ്ധം ചെയ്യണം. ഗോലോകത്തിലെല്ലാവരും ഭഗവത് പ്രേമത്തിലുള്ളവരാണ്, മാധുര്യരസം ആസ്വദിക്കുന്നവരാണ്. സോ അവരാരും ഭഗവാനോട് യുദ്ധം ചെയ്യില്ല. സോ ഭഗവാന് ഭൗതിക ലോകത്തിലാണ് വീരരസത്തിന് വേണ്ടി. പക്ഷെ ഈ വീരരസം ആസ്വദിക്കണമെങ്കിലും ഭഗവാന് തുല്യരായ, അല്ലെങ്കിൽ ഭഗവാനോട് കിടപിടിച്ച് നിൽക്കാൻ പറ്റുന്ന ആളുകൾ വേണം, ശത്രുക്കൾ വേണം. അങ്ങനെ ആരുമില്ല. ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ശ്രീപ്രഭാത്, ഭഗവാൻ അജിതയാണ്. ഭഗവാൻ ഒന്ന് സ്മരിച്ചാൽ മതി ആരെങ്കിലും തോൽപ്പിക്കണമെങ്കിൽ, റൈറ്റ്? സോ അങ്ങനെയുള്ള ഭഗവാന് വീരരസം ആസ്വദിക്കാൻ എന്ത് ചെയ്യണം? സോ അതിന് ഭക്തന്മാര് തന്നെ വേണം. സോ നമുക്ക് ഇതുമാതിരി വേറൊരു ഇൻസിഡന്റ് കാണാൻ പറ്റുന്നത് ജയവിജയന്മാരാണ്. ജയവിജയന്മാര് എന്താ കുമാരന്മാരുടെ ശാപത്താല് അവര് 3 ജന്മം എടുക്കും. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവര് 3 ജന്മം എടുത്തു വരുന്നത് ആരൊക്കെയാണ്? ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ, രാവണൻ, കുംഭകർണൻ, കംസൻ, പിന്നെ ആരാണ് കംസന്റെ കൂടെ നിന്ന്? ജരാസൻ, അരുണോ. സോ ഇങ്ങനെ 3 എന്തേ മാതാജി? ശിശുപാലന്, കംസൻ, കംസൻ, ശിശുപാൽ. സോ ഓക്കെ, ഇല്ല സോറി, ഐ തിങ്ക് അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, പിന്നെ ക്ലിയർ ചെയ്യാം. ശിശുപാലന് ദണ്ഡവക്രനാണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് കംസൻ. ഓക്കെ, സോ ഇവര് വന്നിട്ട് ഇവരെന്താ ചെയ്യുക? ഭഗവാനോട് യുദ്ധം ചെയ്യുന്നു. സോ ഭഗവാൻ അവിടെ ആക്ച്വലി അവരോട് ഒരു ചോദ്യം ചോദിക്കും. യു വാണ്ട് 3 ജന്മം ആസ് എ ഡീമൺസ്, ഓർ ഐ തിങ്ക് 10 ജന്മ ഓർ 100,000 ജന്മസ് ആസ് എ ഡിവോട്ടി. സോ നമ്മളോട് ആ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? 3 ജന്മം രാക്ഷസന്മാരായിട്ട് വന്ന് ഭഗവാനോട് ശത്രുവായിട്ട് വർത്തിക്കണോ, അതോ 10 ജന്മം ഭക്തനായിട്ട് ഭൗതിക ലോകത്തിൽ നിന്ന് വർത്തിച്ചിട്ട് തിരിച്ചു വരണോ? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തുത്തരം പറയും? ആദ്യെങ്കിലും ഒരാൾ കൈപൊക്കി ഉത്തരം പറയാം. സോ ഇതിനൊരു ക്ലൂവും കൂടി പറയാം. നമ്മൾ ഭൗതിക ലോകത്തിൽ പോയാലും ആധ്യാത്മിക ലോകത്തിൽ ഇരുന്നാലും ഭക്തിയുത സേവനത്തിൽ ഒരു വിശേഷമില്ല. നമ്മൾ ആധ്യാത്മിക ലോകത്തിൽ പോയാലും നമ്മൾ ഭക്തിയുത സേവനമാണ് ചെയ്യുന്നത്. സോ ഒരു ഭക്തന് പറഞ്ഞിട്ടുണ്ട്, ഭൗതിക ലോകമായാലും ആധ്യാത്മിക ലോകമായാലും ഒരു വ്യത്യാസവുമില്ല. കാരണം അവര് രണ്ടിടത്തും വർത്തിക്കുന്നത് ഭക്തിയുത സേവനത്തിലാണ്. സോ ടെക്നിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ 10 ജന്മം ഭൗതിക ലോകത്തിൽ ഭക്തനായി വർദ്ധിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഇസ് സെയിം ആസ് ഇൻ ആധ്യാത്മിക ലോകം. സോ അപ്പൊ നമ്മൾ ഏത് ചോയ്സ് എടുക്കും? അങ്ങനെ നോക്കുകയാണെങ്കിൽ ആക്ച്വലി 10 ഇയേഴ്സിന്റെ എടുക്കും. 10 years എടുക്കും. സോ ഒരു എന്തോ എനിവേ, സോ ഒരു ഭക്തൻ എന്നുള്ള ലോജിക്കിൽ ആക്ച്വലി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ചിലപ്പോൾ ഒരു വലിയ പ്രോബബിലിറ്റി നമ്മൾ ഭക്തനായിട്ട് വർത്തിച്ചിട്ട് ഭക്തനായിട്ട് തിരിച്ചു വരാം എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു ചോയ്സ് വരാം. പക്ഷേ ജയവിജയന്മാര് എന്ത് എടുത്തു? They said we will take 3 ജന്മാസ് as ഡീമൺസ്, അല്ലെങ്കിൽ സോ ദാറ്റ് വി വിൽ കം ഫാസ്റ്റ്, പെട്ടെന്ന് വരുന്നുള്ള ഒരു ഇതിൽ പറഞ്ഞു. ബട്ട് അതിലുപരിയായിട്ട് എന്താ, പെട്ടെന്ന് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചെത്താം എന്നുള്ള രീതിയിൽ. പക്ഷെ അതിലുപരിയായിട്ട് ആക്ച്വലി അവിടെയുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഭഗവാന് വീര്യരസം ആസ്വദിക്കണമായിരുന്നു, റൈറ്റ്?
സോ ഇതുമാതിരി ഭീഷ്മരുടെ അടുത്തും ഭഗവാന് വീര്യരസം ആസ്വദിക്കണമായിരുന്നു. ഈ വീര്യരസം ഭഗവാന് നൽകാൻ ആക്ച്വലി അവര് ദേ ആർ റെഡി ടു റിസ്ക് ദെയർ പൊസിഷൻ, റൈറ്റ്? തൻ്റെ പൊസിഷൻ, ഭക്തൻ എന്നുള്ള പൊസിഷൻ, തൻ്റെ ഗോലോകത്തിലെ പൊസിഷൻ എല്ലാം റിസ്ക് ചെയ്യാൻ ആ ഭക്തന്മാര് റെഡിയാണ്. സോ ഉത്തമ ഭക്തരുടെയും ഉത്തമ ഭക്തിയുടെയും ഒരു ലക്ഷണം എന്താന്ന് വെച്ചാൽ ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് വാട്ട് പ്ലീസസ് അസ്. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ചെയ്ത് തരുന്നത് എന്താന്നുള്ളതിനൊരു പ്രസക്തി അല്ല. ഭഗവാന് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത് എന്താണോ അതാണ് ഭക്തന്റെ താല്പര്യം, റൈറ്റ്? സോ ആക്ച്വലി ജയവിജയന്മാര് ഇവിടെ ഭീഷ്മര് എല്ലാം ഭഗവാന് ആ രസം ആസ്വദിക്കണമായിരുന്നു. സോ ഭഗവാൻ ആ രസം ആസ്വദിക്കാൻ വേണ്ടി എന്തും we are ready to take any risk. ശ്രീല പ്രഭുപാദിന്റെ ലീലകൾ നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത്. സോ ശ്രീല പ്രഭുപാദിന്റെ ലീലകളും ശ്രീല പ്രഭുപാദ് വൃന്ദാവനിലായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട് ഒരാളുടെ പരമ ലക്ഷ്യം ജീവിതത്തില് വൃന്ദാവനത്തിൽ എത്തുക എന്നിട്ട് ഭഗവാന് സേവനം വർത്തിക്കുക എന്നുള്ളതാണ്. സോ ശ്രീല പ്രഭുപാദ് വൃന്ദാവനിലിരുന്ന് ഭഗവാനോട് സേവനം അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഹി വെന്റ് ടു പാശ്ചാത്യ നാടുകളിൽ പോയി. പാശ്ചാത്യ നാടുകളിൽ പോയി കഴിഞ്ഞാൽ എന്താണ് അവിടെ മീറ്റ് ഈറ്റേഴ്സ്, ഇലിസിറ്റ് സെക്സ്, ഗാംബ്ലിങ്, എല്ലാ തരം ഉള്ള ദോഷങ്ങളും ഉണ്ട്. അതിന്റെ നടുക്കോട്ട് പോയി തന്റെ പരമലക്ഷ്യത്തിൽ ഇരുന്നിട്ട് ഹി ടുക്ക് എ റിസ്ക്, റൈറ്റ്? സ്വന്തം ആധ്യാത്മിക പുരോഗതി, സ്വന്തം ആധ്യാത്മിക നില കൈവിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു റിസ്ക് എടുത്തു. എന്തിന്? ഭഗവത് പ്രീതിക്ക് വേണ്ടി, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം. സോ ഉത്തമ ഭക്തര് ഭഗവത് പ്രീതിക്ക് വേണ്ടി ദേ ആർ റെഡി ടു ലോസ് their own life, their own spiritual position also, all right? They're ready to risk that. ഓരോ ഭക്തന്മാർക്കും ദീക്ഷ നൽകുമ്പോൾ ഓരോ ഗുരുക്കന്മാരും ആക്ച്വലി ഒരു റിസ്ക് എടുക്കുവാണ് ഓൺ their own spiritual life, റൈറ്റ്? അത്തരത്തിലുള്ള റിസ്ക് എടുക്കാൻ തയ്യാറാണ് ഉത്തമ ശ്രേണിയിലുള്ള ഭക്തന്മാര്. സോ ഭീഷ്മദേവനും അത്തരത്തിലുള്ള ഉത്തമ ശ്രേണിയിലുള്ള ഭക്തനാണ്. It doesn't matter if he gets killed by ഭഗവാൻ. ഭഗവാനാൽ വധിക്കപ്പെട്ടാൽ ഒരു വിരോധവുമില്ല, സന്തോഷമാണ്. എന്തെന്നാൽ ഭഗവാൻ ആ ഒരു രസം കിട്ടുമെങ്കിൽ നത്തിങ് മോർ ദാൻ ദാറ്റ്. സോ അതിനുവേണ്ടി ഭീഷ്മര എന്താ പറയാ ശത്രുപക്ഷത്താവും. ഭീഷ്മര ഭഗവാനോട് അത്ര ശക്തമായി യുദ്ധം ചെയ്യാം. എവറിത്തിങ് ഫോർ ദ പ്ലഷർ ഓഫ് കൃഷ്ണ, റൈറ്റ്? സോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആക്ച്വലി ഭഗവാൻ അർജുനന്റെ ഫേവർ ചെയ്യണ നോക്കുകയാണെന്ന് നമുക്ക് തോന്നണേന് അത് ആക്ച്വലി ഭീഷ്മര് എങ്ങനെയാ നമുക്കത് പിന്നീട് അത് കാണിച്ചു തരുന്നത്? ഭഗവാൻ ശരശയിൽ ഭീഷ്മര് ശരശയിൽ കിടക്കുവാണ്. ആ സമയത്ത് അവിടെ വരുമ്പോ ഭഗവാനും യുധിഷ്ഠിരും പാണ്ഡവരും മറ്റു പാണ്ഡവരും എല്ലാം അവിടെ വരുമ്പോൾ യുധിഷ്ഠിർ മഹാരാജാവിന് ഉപദേശങ്ങളെല്ലാം നൽകിയിട്ട് ഉത്തരായണം ആയി എന്ന് പറയുമ്പോഴത്തേക്കും ഭീഷ്മദേവർ പറയും, ഓക്കെ, ഇറ്റ് ഇസ് നൗ ടൈം, സമയമായി, റൈറ്റ്? ഞാൻ ഈ പറഞ്ഞ ഉപദേശങ്ങളും എല്ലാം ഞാൻ നിർത്തുവാണ്. ഇനി എന്താ എനിക്ക് ചെയ്യാനുള്ളത്? 9:32 ശ്ലോകത്തിൽ പറയും, ഇതിമതേ ഉപകൽപിത വിതീർഷണ ഭഗവതി സത്വത പുംഗവേ വിഭൂമ്നി. ഇങ്ങനെ ആ ശ്ലോകം തുടങ്ങണം. എന്താ പറയുക? ഇതിമതിർ ഉപകൽപിത വിതീർഷണ, റൈറ്റ്? എൻ്റെ ബുദ്ധി, റൈറ്റ്? എൻ്റെ മതിർ, റൈറ്റ്? ഇത് എവിടെയാവട്ടെ? കംപ്ലീറ്റ്ലി ഷെൽട്ടർ ആവട്ടെ. എവിടെ? ഭഗവാന്റെ പാദങ്ങളിൽ പൂർണ്ണമായിട്ടും എൻ്റെ ഈ ബുദ്ധി പൂർണ്ണമായിട്ടും അർപ്പിക്കട്ടെ, റൈറ്റ്? എനിക്ക് വേറൊന്നും ഈ ഒരു സമയത്ത് ചിന്തിക്കാനില്ല, റൈറ്റ്? എൻ്റെ തിങ്കിങ്, ഫീലിംഗ്, വില്ലിങ്
റൈറ്റ്. ഇതെല്ലാം പലതര കാര്യങ്ങളിലും പലതര ഭൗതിക ധർമ്മങ്ങളിലും ലൗകിക ധർമ്മങ്ങളിലും എല്ലാം ആയിരുന്നു. റൈറ്റ്. ഇതെല്ലാം കളഞ്ഞിട്ട് എൻ്റെ ബുദ്ധി കംപ്ലീറ്റ്ലി എവിടെയാവട്ടെ, ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭീഷ്മദേവർ തൻ്റെ ലാസ്റ്റ് പ്രേയേഴ്സ് തുടങ്ങുന്നത്. സോ ഭീഷ്മദേവൻ നമ്മൾ ഭഗവത്ഗീതയിൽ കേട്ടിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ അങ്ങനെ മഹാത്മാസ് എങ്ങനെയാണ് മഹാത്മനസ്തു മാം പാർത്ഥ ദൈവം പ്രകൃതി ആശ്രിത ഭജന്തി അനന്യ മനസ്സോ ജ്ഞാത്വാ ഭൂതാദിം അവ്യയം. റൈറ്റ്. കംപ്ലീറ്റ്ലി ദൈവിക പ്രകൃതിയിൽ ആശ്രിതരാണ് മഹാത്മനാസ്. സോ അവിടെ ഭീഷ്മദേവൻ തൻ്റെ കംപ്ലീറ്റ്ലി ഭഗവാന്റെ ഷെൽട്ടർ എടുക്കുവാണ് തൻ്റെ ഈ പ്രേയേഴ്സിലൂടെ. റൈറ്റ്. പിന്നെ മറ്റൊരു രസകരമായ കാര്യം ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു ഭഗവാൻ അർജുനനോട് ഫേവർ ചെയ്യണ മാതിരി തോന്നാം എന്ന്. അതുമാതിരി തന്നെ നോക്കിക്കഴിഞ്ഞാൽ അർജുനൻ ആരാണ്? അർജുനൻ ഭീഷ്മരുടെ പ്രപൗത്രനാണ്. റൈറ്റ്. ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ആണ്. റൈറ്റ്. സോ അർജുനൻ നോക്കിക്കഴിഞ്ഞാൽ അർജുനൻ അപ്രോക്സിമേറ്റ്ലി 100 വർഷം 100 to 120 ഇയേഴ്സ് തൊട്ടാണ് കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത്. ഭീഷ്മദേവറിന് എത്ര പ്രായമായിരുന്നു അറിയോ? ഭീഷ്മദേവറിന് ആ സമയത്ത് മോർ ദാൻ 400 ഇയേഴ്സ് ആയിരുന്നു. ഹി വാസ് 456 ഇയേഴ്സ് സംതിങ് അറ്റ് ദാറ്റ് ടൈം. റൈറ്റ്. ഭീഷ്മദേവർ എങ്ങനെയാണ്? ഭീഷ്മദേവർ ആക്ച്വലി അർജുനനേക്കാളും ശ്രേഷ്ഠനായ ഒരു പോരാളിയാണ്. ഈസ് ഫാർ മോർ പവർഫുൾ. റൈറ്റ്. അതുമാതിരി തന്നെ ഭീഷ്മദേവൻ ഇത്രയും കാലം ലോകം കണ്ടിട്ട് അദ്ദേഹം വസിഷ്ഠമുനിയുടെ ശിഷ്യനായിരുന്നു, പരശുരാമന്റെ ശിഷ്യനായിരുന്നു. റൈറ്റ്. സോ ഇതെല്ലാം ആൻഡ് ഇതിനു മുമ്പ് അദ്ദേഹം അഷ്ടവസുക്കളിൽ ഒരാളായിരുന്നു. സോ ഭീഷ്മദേവർ വളരെ അധികം ശ്രേഷ്ഠനാണ് ഇൻ ഓൾ സെൻസസ്. നോളജ് ആയിട്ടായാലും പവർ ആയിട്ടായാലും എല്ലാം വളരെയധികം ശ്രേഷ്ഠനാണ്. പക്ഷെ അദ്ദേഹത്തിന് അർജുനനോട് നോക്കുമ്പോൾ അർജുനൻ ഭഗവാന്റെ കൂടെ തന്നെയുണ്ട്. റൈറ്റ്. ഭഗവാൻ അർജുനനെ സംരക്ഷിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിനോട് ഒരു തരത്തിലുള്ള അസൂയാഭാവവും ഭീഷ്മദേവൻ ഇല്ല. റൈറ്റ്. ജനറലി എങ്ങനെയാണ് നമ്മൾക്ക് ഭൗതിക ലോകത്തിന്റെ ഒരു വളരെ വലിയ 6 ദോഷങ്ങളിൽ ഏറ്റവും വലിയൊരു ദോഷമാണ് മാത്സര്യം. അത് രസകരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഓൺലി ഇൻ മെറ്റീരിയൽ ലൈഫ്, വി ബ്രിങ് ദാറ്റ് മാത്സര്യം ഇൻ അവർ സ്പിരിച്വൽ ലൈഫ് ഓൾസോ. ചിലപ്പോൾ നമുക്ക് കാണാം, ഒരു ഭക്തന് കൂടുതൽ സേവ ലഭിക്കുന്നു, ഒരു ഭക്തന് കൂടുതൽ പെട്ടെന്ന് അഡ്വാൻസ് ചെയ്യുന്നു. ചിലപ്പോൾ ടെമ്പിൾ പ്രസിഡന്റോ അല്ലെങ്കിൽ ഗുരുവോ മറ്റാരെങ്കിലും ആ ഭക്തന് കൃപ നൽകുന്നു, എനിക്കത് കിട്ടിയില്ല. ആ ഭക്തന് ആ സേവ നൽകുന്നു, എനിക്ക് കിട്ടിയില്ല. സോ നമ്മൾ പലപ്പോഴും ചിന്തിക്കാം, ചിലപ്പോൾ പ്രകടിപ്പിക്കില്ലെങ്കിലും നമുക്ക് ചിന്തിക്കാം, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൃപ കിട്ടിയില്ല, അവർക്ക് ഈ കൃപ കിട്ടിയല്ലോ. സോ നമുക്ക് തോന്നാം. പക്ഷെ ഭീഷ്മദേവൻ തൻ്റെ ഈ പ്രവൃത്തിയിലൂടെ ആക്ച്വലി പാണ്ഡവരോട് ഒരു തരത്തിലുള്ള വ്യത്യാസമോ തന്നെ വീഴ്ത്തിയത് ഇവരാണോ അല്ലെങ്കിൽ തൻ്റെ ശത്രുവായിട്ട് യുദ്ധം ചെയ്ത് എന്നെ ഈ ശരശയിലാക്കിയത് ഈ പാണ്ഡവരാണോ എന്നൊന്നും അദ്ദേഹം ചിന്തിക്കുന്നില്ല. അദ്ദേഹം ആക്ച്വലി എന്താ ചിന്തിക്കുന്നത്? അദ്ദേഹം ഈ പ്രാർത്ഥനയിൽ പറയുന്നത്, ഞാൻ ആരാണ്? എൻ്റെ നേരെ ഭഗവാൻ വരുവാണ്, ഞാൻ ആത്തതായിനോ. റൈറ്റ്. ഐ ആം ആൻ അഗ്രസർ. ആത്തതായിനോന് മലയാളത്തിൽ എന്താണ്? മഹാ അക്രമിയാണ് ഞാൻ. റൈറ്റ്. അങ്ങനെയുള്ള എൻ്റെ നേരെയാണ് ഭഗവാൻ പാഞ്ഞു വന്നത്. എനിക്ക് ഈ കൃപ ലഭിച്ചത് പാണ്ഡവരാലാണ് ഭഗവാൻ എൻ്റെ അടുത്തേക്ക് വന്നത് എന്നാണ് ഭീഷ്മദേവർ പറയുന്നത്. സോ ഭീഷ്മദേവന്റെ ആ ഒരു ഹ്യൂമിലിറ്റി നമുക്കിവിടെ ദൃഷ്ടമാവാം. സോ ഭീഷ്മദേവൻക്ക് പരാതിക്ക് അല്ല, ഭീഷ്മദേവന് മാത്സര്യമല്ല. ഭീഷ്മദേവൻ ആക്ച്വലി അവരുടെ കൃപയാണ് എനിക്ക് ഭഗവാൻ എൻ്റെ അടുത്ത് വരുന്നേ എന്ന് ഭീഷ്മദേവൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇത് ആക്ച്വലി ശരിയായ ഭക്തന്റെ ലക്ഷണം എങ്ങനെയാണ്? ശരിയായ ഭക്തൻ പരദുഃഖ ദുഃഖി. റൈറ്റ്. പരസുഖ സുഖി. റൈറ്റ്. ഭൗതിക ലോകത്തിൽ വരുമ്പോൾ എങ്ങനെ വരും? പരദുഃഖ സുഖിയും പരസുഖ ദുഃഖിയും ആവും. റൈറ്റ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുന്നവനും സുഖങ്ങളിൽ സന്തോഷിക്കുന്നവനും ആവുന്നു ഭക്തൻ. നമ്മൾ അതിന്റെ ഭൗതികമായിട്ടുള്ള വർഷം എങ്ങനെയാണ്? മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ സന്തോഷിക്കുകയും മറ്റുള്ളവരുടെ സുഖങ്ങളിൽ ദുഃഖിക്കുകയും ആവുന്നവനുമാകുന്നു. സോ ആക്ച്വലി നമ്മുടെ ആചാര്യന്മാരെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ
ഉത്തമ ഭക്തൻ ഭീഷ്മരെ പോലുള്ള ഭക്തന്മാരെ കാണുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? അവര് ആക്ച്വലി പരസുഖസുഖി, പരദുഃഖ ദുഃഖിയാണ്. റൈറ്റ്? സോ ഓരോ ഭക്തന്മാർക്കും അഡ്വാൻസ് ചെയ്യുമ്പോൾ, ഓരോ ഭക്തന്മാർക്ക് കൂടുതൽ കൃപ ലഭിക്കുമ്പോൾ ആക്ച്വലി എന്താ അവർക്ക് തോന്നുന്നത്? അവർക്ക് സന്തോഷമാണ് തോന്നുന്നത്. ആക്ച്വലി എങ്ങനെയാ അവർക്ക് സന്തോഷം തോന്നണേ? ഓ, ഒരു വ്യക്തി, ഒരു ജീവാത്മാവ് ഭഗവാന്റെ അടുത്തേക്ക് കൂടുതൽ കൂടുതൽ പോകുവാണ്. റൈറ്റ്? ഒരു വ്യക്തി കൂടുതൽ കൂടുതൽ ഭഗവാന്റെ അടുത്തേക്ക് സേവ ചെയ്യാൻ തൽപരരാവുകയാണ്. റൈറ്റ്? സോ ഐ ഷുഡ് ബി ഹാപ്പി. എന്തുകൊണ്ട്? ബിക്കോസ് കൃഷ്ണ ബിക്കംസ് ഹാപ്പി. സോ ഐ ഷുഡ് ബി മോർ ഹാപ്പി. ഒരു ഭക്തൻ, റൈറ്റ്, വെൻ സംബഡി ഗെറ്റ്സ് മേഴ്സി, മറ്റൊരാൾക്ക് ഒരു കൃപ ലഭിക്കും, എന്താ വേണ്ടത്? ഐ ഷുഡ് ഫീൽ മോർ ഹാപ്പി. ഇപ്പൊ ഒരു ശരിയായ ഭക്തന് കൂടുതൽ സന്തോഷം ലഭിക്കണം. അദ്ദേഹം ഭഗവാന്റെ അടുത്തേക്ക് പോവുമല്ലേ. ചിലപ്പോൾ നമുക്ക് കാണാം കൃഷ്ണാവബോധ പ്രസ്ഥാനത്തില് ചില ഭക്തന്മാര്, നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ 20 വർഷമായി കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിലുണ്ട്. ചില ഭക്തന്മാർ 1 വർഷമോ 2 വർഷമോ കാണും. പക്ഷെ അവർക്ക് പെട്ടെന്നുള്ള പുരോഗതി ഉണ്ടാവും. അവരുടെ ഭഗവാന്റെ കൃപ, അവരുടെ മുജ്ജന്മത്തിൽ എന്തോരം ഭക്തിയുടെ സേവനം ചെയ്തത് നമുക്കറിയില്ല. അതുകൊണ്ടാവാം അവർ പോകുന്നത്. ബട്ട് അത്തരമുള്ള ഭക്തന്മാരെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഷുഡ് ഫീൽ ഹാപ്പി ഫോർ ദം. നമുക്ക് അവരോട് കൂടുതൽ അവരുടെ പുരോഗതിയിൽ സന്തോഷം തോന്നണം. ശ്രീമതി രാധാറാണി ആക്ച്വലി ഏതെങ്കിലും ഒരു ഗോപി ഒരു സർവീസ് ചെയ്യുമ്പോൾ ആണെങ്കിൽ, ഭഗവാൻ പറയുമ്പോൾ, രാധാറാണിക്ക് കൂടുതൽ സന്തോഷവും. രാധാറാണി എന്ത് ചെയ്യും? അവരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും, അവരെ ഭഗവാന്റെ മുന്നിൽ കൂടുതൽ പ്രസന്റ് ചെയ്യും. റൈറ്റ്? സോ ഒരു ഭക്തൻ ഒരിക്കലും ആ മാത്സര്യഭാവം ഭക്തിയിൽ ഉണ്ടാവില്ല. മാത്സര്യഭാവത്തിൽ ഒരിക്കലും, ക്രോധത്തിൽ ഭഗവാനെ സേവ ചെയ്യാൻ പറ്റും. റൈറ്റ്? പക്ഷെ മാത്സര്യത്തിൽ ഒരിക്കലും ഭഗവാനെ സേവ ചെയ്യാൻ സാധിക്കില്ല. വളരെ കോമൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ്, എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. സോ അതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഭീഷ്മദേവന്റെ ഈ ഒരു ഇന്ററാക്ഷനിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്ന ഒരു ആസ്പെക്റ്റ് ആണ്. സോ അതുകൊണ്ട് അത് പ്രത്യേകം പറഞ്ഞു എന്നേ ഉള്ളൂ. സോ പിന്നെ അടുത്തത്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭഗവാൻ എന്താ കാണിക്കുന്നത്? ഭഗവാൻ ഭീഷ്മദേവന്റെ മഹിമ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത് ആക്ച്വലി ഭീഷ്മദേവനും ഭഗവാനും തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ രസകരമാണ്. സോ ഇവിടെ വരാനുള്ള കോണ്ടെക്സ്റ്റ് എങ്ങനെയാണ്? യുധിഷ്ഠിര മഹാരാജാവിന് സംശയം വന്നു. റൈറ്റ്? യുധിഷ്ഠിര മഹാരാജാവിന് ദുഃഖം വന്നു. ദുഃഖം വന്നപ്പോൾ ആണ്, വരൂ ഭീഷ്മദേവന്റെ അടുത്ത് പോവാം. റൈറ്റ്? ഇത്രയും ആളുകൾ വധിക്കേണ്ട സിറ്റുവേഷൻ വന്നല്ലോ എന്നെല്ലാം പറഞ്ഞ് ദുഃഖം വന്നപ്പോ ഭീഷ്മദേവന്റെ അടുത്തേക്ക് കൊണ്ടുവരുവാണ്. സോ നമുക്ക് ഭഗവത്ഗീതയിൽ കാണാൻ പറ്റും, അർജുനൻ ഇതുമാതിരി ദുഃഖിതനായപ്പോൾ എന്ത് ചെയ്തു? ഭഗവാൻ സ്വയം അദ്ദേഹത്തിന് ഭഗവത്ഗീത പരിജ്ഞാനം നൽകി. റൈറ്റ്? സോ ടെക്നിക്കലി ഇവിടെ ഈ ഒരു ഉപദേശം യുധിഷ്ഠിര മഹാരാജാവിന് ഭഗവാന് സ്വയം നൽകാവുന്നതാണ്. റൈറ്റ്? സോ എന്തൊക്കെ ജ്ഞാനത്തിന്റെയും ഉറവിടം ഭഗവാനാണ്. സോ ഭഗവാന് സ്വയം ആക്ച്വലി യുധിഷ്ഠിര മഹാരാജാവിന്റെ ദുഃഖം അകറ്റാനും ശരിയായ പരിജ്ഞാനം നൽകാൻ എല്ലാം ഭഗവാന് സാധിക്കും. ഭഗവാന്റെ കൂടെ തന്നെയാണ് ഇത്. പക്ഷേ ഭഗവാൻ ചൂസ് ടു ടേക്ക് ഹിം ടു ഭീഷ്മദേവ്. റൈറ്റ്? ഭഗവാൻ എന്ത് ചെയ്തു? ഭീഷ്മദേവന്റെ അടുത്ത് കൊണ്ടുപോകാൻ ആണ് ഭഗവാൻ തീരുമാനമെടുത്തത്. എന്തെന്നാൽ ഭീഷ്മദേവന്റെ മഹിമ കാണിക്കാൻ എന്താണ്? നമുക്ക് ദർശിക്കാൻ. ആക്ച്വലി ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശം ഭഗവാന്റെ ദൃഷ്ടിയിൽ തന്നെ ഭഗവാനിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശത്തെക്കാളോട് തുല്യമോ അതിനേക്കാളും മഹത്തായിട്ടാണ് ഭഗവാൻ കൺസിഡർ ചെയ്യണതെന്ന്. റൈറ്റ്? സോ ഭീഷ്മദേവനെ മഹിമ കാണിക്കാൻ ആൻഡ് ഓൾസോ ടു ഷോ അസ്, നമ്മളെ കാണിക്കാൻ ഭഗവാന്റെ ഭക്തന്മാരിൽ നിന്ന്, ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശങ്ങൾ അത് ഭഗവാൻ ഉപദേശിക്കുന്നതിന് തുല്യമോ അതിനേക്കാൾ മഹത്വമായിട്ടാണ് ഭഗവാൻ സ്വയം അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ? സോ ഭീഷ്മദേവൻ വന്നു. ഭീഷ്മദേവൻ ഇവിടെ യുധിഷ്ഠിര മഹാരാജാവിന് ഉപദേശിക്കുന്നു. പിന്നെ അടുത്ത വളരെ രസകരമായുള്ള ഒരു ആസ്പെക്ട് ഇവിടെ എന്താ വെച്ചാല്, ഭഗവാൻ ഭീഷ്മദേവന്റെ ഫ്രണ്ടിൽ നിൽക്കുക. സോ ഭീഷ്മദേവൻ പ്രാർത്ഥിക്കുവാണ്, എന്നെ ഇങ്ങനെ ഞാൻ ഭഗവാന്റെ പടച്ചട്ടയെല്ലാം ഛിന്ന ഭിന്നമാക്കി, ഭഗവാൻ എന്നെ ആക്രമിക്കാൻ വന്നു, ഭഗവാൻ എന്താ പറയാ, പിന്നീട് എന്നെ ഈ ചർച്ചയിലാക്കി. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു. റൈറ്റ്? അങ്ങനെയുള്ള ഭഗവാനുടേത്
മേ ഭഗവാൻ ഗതിർ മുകുന്ദ, അങ്ങനെയുള്ള ഭഗവാന്റെ അടുത്തേക്ക് എൻ്റെ ഗതി ആവട്ടെ, റൈറ്റ്? ഐ വോണ്ട് ടു ഗോ ടു ദാറ്റ് ഭഗവാൻ എന്ന് പ്രാർത്ഥിക്കുന്നത്. സോ ആ എല്ലാ ഭാവത്തിന്റെയും ഉപരിയാണ് ഭഗവാൻ മുകുന്ദന്റെ അടുത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഭീഷ്മദേവർ ഇവിടെ പറയുന്നത്. ആൻഡ് കൃഷ്ണ എങ്ങനെ തിരിച്ചു പറയുന്നു? കൃഷ്ണ നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീമദ് ഭാഗവതം രണ്ടാമത്തെ സ്കന്ധത്തില് 1-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകത്തിൽ പറയും എന്താണ്? ഏതവാൻ സംഖ്യാ യോഗ്യാഭ്യം സ്വധർമ്മ പരിനിഷ്ഠയ ജന്മലാഭം പരംപുണ്യ അന്തേ നാരായണ സ്മൃതി. സോ വാട്ട് ഈസ് ദ ഹൈയസ്റ്റ് ഗോൾ ഓഫ് ലൈഫ്, ഹൈയസ്റ്റ് പെർഫെക്ഷൻ ഓഫ് ലൈഫ്? ജന്മലാഭം പരംപുണ്യ അന്തേ നാരായണ സ്മൃതി, റൈറ്റ്? ഭഗവാന്റെ അവസാന കാലത്ത് ഭഗവാനെ സ്മരിക്കുകയാണ് ജന്മലാഭം പരംപുണ്യ, ഏറ്റവും വലിയ സക്സസ്, റൈറ്റ്? സോ ഇവിടെ എന്താ നമ്മൾ ആക്ച്വലി കാണുന്നത്? സ്മരിക്കുക, അതിനുള്ള അവസരം ഉണ്ടാക്കുക, ഭഗവാൻ പേഴ്സണലി പ്രസന്റ് ആയിരിക്കുന്നു, റൈറ്റ്? ഭീഷ്മദേവന്റെ ഉത്തരായണ സമയത്ത് ഭഗവത്പദ പ്രാപ്തി സമയത്ത്, അല്ലെങ്കിൽ ഭഗവാൻ ജീവത്യാഗം ചെയ്യുന്ന സമയത്ത് ഭഗവാൻ നേരിട്ട് ഭീഷ്മദേവന്റെ മുന്നിൽ വരിക, റൈറ്റ്? ഭഗവാനെ കണ്ടോണ്ട്, ഭഗവാനെ സ്മരിച്ചോണ്ട്, പേഴ്സണലി ഇൻ ഫ്രണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് അങ്ങനെ. സോ ഇതിനേക്കാളും വലിയ സക്സസ് എന്താണ്? രസകരമായ കാര്യം എന്താ വെച്ചാൽ, വെൻ അർജുന ലെഫ്റ്റ്, റൈറ്റ്, പാണ്ഡവർ ലെഫ്റ്റ്, അതിനു മുന്നേ ഭഗവാൻ പ്രസ്ഥാനം ചെയ്തിരുന്നു. ഭഗവാൻ വാസ് നോട്ട് പേഴ്സണലി പ്രസന്റ്, റൈറ്റ്? ഭഗവാൻ പേഴ്സണലി അവിടെ ഉണ്ടായിരുന്നില്ല. സോ ഭീഷ്മദേവനോടുള്ള ഭഗവാന്റെ ആ ഒരു വാത്സല്യം, റൈറ്റ്, നമുക്കിവിടെ കാണാം. ബിക്കോസ് പേഴ്സണലി അവിടെ പ്രസന്റ് ആയി. അതിനുശേഷം ഭീഷ്മദേവന്റെ ഇഷ്ട മൂർത്തി എന്താണ്? രാധാ പാർത്ഥസാരഥി, റൈറ്റ്? സോ രാധാ പാർത്ഥസാരഥിയെ വർഷിപ്പ് ചെയ്തുകൊണ്ട് വൈകുണ്ഠ ലോകത്തില് ഭീഷ്മദേവൻ വർത്തിക്കുന്നു, റൈറ്റ്? സോ again we will see that special relation between Krishna and his devotees. ആ ഡിവോട്ടീസിന്റെ ഇച്ഛ പൂർത്തീകരിക്കാൻ ഭഗവാൻ എല്ലാ ലിമിറ്റ്സും ഭഗവാൻ ക്രോസ് ചെയ്യും. അതുമാതിരി തന്നെ ഡിവോട്ടീസും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി എനി റിസ്ക് ദേ വിൽ ടേക്ക്, റൈറ്റ്? സോ ഇതുമാതിരി തന്നെ നമ്മളെ പോലുള്ള ഭക്തന്മാർ, അല്ലെങ്കിൽ എന്നെ പോലുള്ള ഭക്തന്മാർ, നമുക്കും ആക്ച്വലി പലതരത്തിലുള്ള ഇംപെർഫെക്ഷൻസ് ഉണ്ട്, ഒബ്വിയസ്ലി. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ഇരിക്കുന്നത്. സോ നമ്മൾക്ക് പലതരത്തിലുള്ള അർജസ്, അല്ലെങ്കിൽ ഇന്ദ്രിയ ആസ്വാദനത്തിലുള്ള താല്പര്യങ്ങൾ നമുക്കുണ്ട്, റൈറ്റ്? സോ ഈ കാമക്രോധ ലോഭമോഹ മതമാത്സര്യത്തിന്റെ അർജസ് നമുക്ക് കണ്ടിന്യൂസ്ലി ഉണ്ടാവും, റൈറ്റ്? ബട്ട് ഒരാൾ ആ അർജസിനെ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രഗിൾ ചെയ്യുമ്പോൾ, അതിനെതിരെ സ്വയം പ്രവർത്തിക്കുമ്പോൾ, ആ താല്പര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി ഭഗവാന്റെ കൃപ ലഭിക്കുന്നതാണ്. സോ കൃഷ്ണ വിൽ ഹെൽപ്പ് us to go to overcome those struggles, right? സോ മാത്സര്യത്തിന്റെ ഒരു സ്ട്രഗിൾ നമുക്കുണ്ട് എങ്കിൽ you should try internally to correct that. When we try internally to correct that, Krishna will help us overcome that. ഒരു ഭക്തന്റെ പുരോഗതി ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് കാണാൻ പറ്റും എങ്ങനെ ഭഗവാൻ തൻ്റെ ഭക്തിയിൽ ഭഗവാൻ അതിനെ ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭീഷ്മദേവന് ഭഗവാന്റെ ശത്രുപക്ഷത്താണെങ്കിലും ആക്ച്വലി ഭഗവാൻ ഭീഷ്മദേവനോടുള്ള പ്രീതി പ്രകടിക്കുന്നത് ഭീഷ്മദേവൻ അറിയാം, റൈറ്റ്? ഭഗവാനും അറിയാം. അത് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഒരു റിലേഷനാണ്. സോ he knows, a devotee knows how the hand of Krishna is shaping his devotion, right? തൻ്റെ ഭക്തി എങ്ങനെ ഭഗവാൻ ഷേപ്പ് ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ പറ്റും. സംടൈംസ് we have some challenges. ചിലപ്പോൾ നമുക്ക് പല challenges ഉണ്ടാവും. But those challenges are Krishna's favor in shaping our devotion. ആ തടസ്സങ്ങൾ, ആ challenges നമ്മുടെ ഭക്തിയെ ഷേപ്പ് ചെയ്യുന്നതിനുള്ള ഭഗവാന്റെ കരങ്ങളാണ്, റൈറ്റ്? സോ ആൻഡ് ഭഗവാൻ ഒരിക്കലും ഒരു ഭക്തനെ കൈവിടിയില്ല. ഭഗവാൻ എപ്പോഴും ഒരു ഭക്തനുണ്ടാവും. ഇൻഫാക്ട് നമ്മുടെ
കൃപ കൂടുതൽ കൂടുതൽ താമസിക്കുന്നു എന്നാണ് അതിനർത്ഥം. ചില ആചാര്യന്മാർ പറയുന്നത് ദാറ്റ് മീൻസ് കൃഷ്ണ ഹാസ് എ ഈവൻ ബെറ്റർ പ്ലാൻ ഫോർ യു, റൈറ്റ്? ചിലപ്പോൾ നമുക്കിപ്പോൾ റെസിപ്രോക്കേഷൻ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല, എന്നാൽ അതിനർത്ഥം ആൻഡ് നമ്മൾ സിൻസിയറായി ഫോളോ ചെയ്യുന്നു, വിച്ച് മീൻസ് ദാറ്റ് ഭഗവാൻ നമുക്ക് വേണ്ടി ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഭഗവാൻ വെച്ചിട്ടുണ്ട്. ദർ ഇസ് നോ ബഡി ഫോർ ഹിം, ഫോർ ഹും കൃഷ്ണ ഡസ് നോട്ട് ഹാവ് എ പ്ലാൻ. ഭഗവാന് തൻ്റെ എല്ലാ ഭക്തന്മാർക്കും വേണ്ടി തൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഹി വിൽ നോട്ട് ലീവ് എനി ഡിവോട്ടി. ഒരാളെയും ഭഗവാൻ ഉപേക്ഷിക്കില്ല. എല്ലാവർക്കും വേണ്ടി ഭഗവാൻ ഒരു പ്ലാൻ ഉണ്ട്. ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ നമുക്കൊരു കഥ കേൾക്കാം. കഥയുണ്ട്. സാർവഭൗമ ഭട്ടാചാര്യയുടെ അറിയാം. സാർവഭൗമ ഭട്ടാചാര്യരും ഭഗവാനും തമ്മിലുള്ള ഇന്ററാക്ഷൻ. ഭഗവാന്റെ ഒരു ഉത്തമ ഭക്തനായിരുന്നു ജഗന്നാഥ് പുരിയിലുള്ള സാർവഭൗമ ഭട്ടാചാര്യർ. സാർവഭൗമ ഭട്ടാചാര്യരുടെ വീട്ടിൽ വന്ന് ഭഗവാൻ പ്രസാദം കഴിക്കുമായിരുന്നു ശ്രീ മഹാപ്രഭു. സാർവഭൗമ ഭട്ടാചാര്യർക്ക് ഒരു പുത്രിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു. പുത്രിയുടെ ഭർത്താവിന്റെ പേര് അമോഘ എന്നായിരുന്നു, റൈറ്റ്? സോ ഈ അമോഘ ആക്ച്വലി വളരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. മഹാപ്രഭു സാർവഭൗമ ഭട്ടാചാര്യരുടെ വീട്ടിൽ വന്ന് പ്രസാദം കഴിക്കുമ്പോൾ അമോഘ ക്രിട്ടിസൈസ് ചെയ്യും. സീ ദിസ് മഹാപ്രഭു, റൈറ്റ്? എത്ര പ്രസാദ കഴിക്കണേന്ന് പറയും, റൈറ്റ്? കുംഭാരന്മാരി റൈസ് എടുത്ത് കഴിക്കുവാണെന്ന് പറഞ്ഞ ഭഗവാനെ ക്രിട്ടിസൈസ് ചെയ്യും. സർവഭൗമ മധ്യലീലയിൽ വന്ന ഒരു കഥയാണിത്. സോ സർവഭൗമ ഭട്ടാചാര്യ ഇത് കേട്ടിട്ട് സർവഭൗമ ഭട്ടാചാര്യർക്ക് വളരെയധികം സങ്കടവും ദേഷ്യവും വരും. സങ്കടവും ദേഷ്യവും വന്നിട്ട് ഒരു വടി എടുത്തിട്ട് ഈ അമോഘനെ ഓടിക്കും. എന്നിട്ട് മഹാപ്രഭുവിനോട് പറയും, ഞാൻ എൻ്റെ മോളോട് പറയാം ഈ അമോഘയെ ഉപേക്ഷിക്കാൻ, റൈറ്റ്? മോളുടെ പേര് സതി എന്നായിരുന്നു. സോ ഈ അമോഘയെ ഉപേക്ഷിക്കാൻ ഞാൻ എൻ്റെ മോളോട് പറയാം. ഇതെല്ലാം കണ്ടിട്ട് ചൈതന്യ മഹാപ്രഭു ചിരിക്കും. ഹി വിൽ ലാഫ് ലൗഡ്ലി, വളരെ ഉച്ചത്തിൽ ചിരിക്കും. എന്നിട്ട് പറയും, പറഞ്ഞത് സത്യമല്ലേ, ഞാൻ ഒരു സന്യാസിയല്ലേ, കുറച്ച് പ്രസാദമല്ലേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് മഹാപ്രഭു ചിരിക്കും. ബട്ട് ഇതിന് ശേഷം എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അമോഘയ്ക്ക് കോളറ വരും. കോളറ എന്ന് വെച്ചാൽ കോളറ അസുഖമില്ലേ, സോ വരും. കോളറ അസുഖം വന്ന് അദ്ദേഹം മരണാസന്നനാവും. സോ ഇത് മഹാപ്രഭുവിനോട് സർവഭൗമ ഭട്ടാചാര്യയുടെ ബ്രദർ ഇൻ ലോ ഗോപിനാഥ് ആചാര്യ എന്ന് പറയും. സോ ഇത് കേൾക്കുമ്പോൾ മഹാപ്രഭു എന്ത് ചെയ്യും? മഹാപ്രഭു ഓടിപ്പോയി അമോഘയുടെ അടുത്ത് ചെന്നിട്ട് പറയും, അമോഘയുടെ ചെസ്റ്റിൽ കൈവച്ചിട്ട് പറയും, അമോഘ ഗെറ്റപ്പ്, റൈറ്റ്, ആൻഡ് ചാൻഡ് ഹരിനാം. അമോഘ എണീക്കൂ, ഭഗവാന്റെ നാമം ചൊല്ലു എന്ന് പറയും. ആൻഡ് അമോഘ ആക്ച്വലി ഗെറ്റ്സ് അപ്പ്. അമോഘ എണീക്കും. എണീറ്റ് ഭഗവാന്റെ നാമം ചൊല്ലും. ആൻഡ് അമോഘയ്ക്ക് അപ്പോൾ പശ്ചാത്താപം തോന്നും. അമോഘ പശ്ചാത്താപം തോന്നിയിട്ട് പറയും, മഹാപ്രഭു, ഞാൻ അങ്ങയെ ഇത്രത്തോളം പ്രഭു സ്റ്റോപ്പ് ആയില്ല അവിടെ. We cannot hear you, Prabhu. കൃഷ്ണ പ്രഭു, വണ്ടി ഹരേ കൃഷ്ണ. എന്തോ നിന്ന് പോയി. പ്രഭു മ്യൂട്ടായി. ഹരേ കൃഷ്ണ, ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ഇപ്പൊ തിരിച്ച് കണക്ട് ചെയ്യും. ഇഷ്യൂ ആണോ? മാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, 2 മിനിറ്റ് വെയിറ്റ് ആണ്, ഇപ്പൊ വരും. സോറി, ഒരു മിനിറ്റ് ഡിസ്കണക്ട് ആയിപ്പോയി, സോറി. സോ അമോഘയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കും. അമോഘ എന്നിട്ട് സ്വന്തം മുഖത്ത് ഇങ്ങനെ അടിക്കാൻ തുടങ്ങും. ലൈക്ക് ഞാൻ ഇത്ര വൃത്തികെട്ട വ്യക്തിയാണല്ലോ എന്ന്. ആൻഡ് സർവഭൗമ ഭട്ടാചാര്യം വരും. സർവഭൗമ ഭട്ടാചാര്യ വന്ന് ഭഗവാനോട് പറയും, നിങ്ങളുടെ വീട്ടിലെ ഒരു വേലക്കാരി, ഒരു മെയ്ഡ് പോട്ടെ, ഒരു ശ്വാനൻ, കുക്കുര, റൈറ്റ്, അതുവരെ പോലും ഐ വിൽ പ്രൊട്ടക്ട് ബിക്കോസ് യു ആർ മൈ ഡിവോട്ടി.
സോ ഭഗവാൻ ഡിസ്കണക്ട് ആവുന്നു. സോ ഭഗവാന്റെ ഭക്തനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ട്, ഉത്തമ ഭക്തനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതുകൊണ്ട്, ഐ വിൽ നോട്ട് ലീവ് ഈവൻ എ ശ്വാന. സോ ഹൗ ക്യാൻ ഐ ലീവ് അമോഘ, റൈറ്റ്? സോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എവ്രി ഡിവോട്ടി ഹു ഇസ് സിൻസിയർ, കൃഷ്ണ ഹാസ് എ പ്ലാൻ. ആൻഡ് നമുക്ക് ഭക്തിയിൽ ആ രസം ആസ്വദിക്കാൻ സാധിക്കുന്നില്ല, ഭക്തിയിൽ മുന്നേറാൻ സാധിക്കുന്നില്ല. ഭഗവാൻ അങ്ങനെയുള്ളപ്പോൾ എന്താ പറയാ, വളരെ എളുപ്പമായിട്ടുള്ള ഒരു മാർഗം തന്നിട്ടുണ്ട്. എന്താണ്? ഭഗവാന്റെ ഭക്തരെ ആശ്രയിക്കുക. ഭഗവാനോട് നേരിട്ട് എത്താൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. സോ യുധിഷ്ഠിരന് ഭഗവാൻ ഭീഷ്മദേവനെ കാണിച്ചു കൊടുത്തു, റൈറ്റ്? സോ അതുമാതിരി തന്നെ നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഭക്തന്മാരെ, ഗുരുക്കന്മാരെ, ആചാര്യന്മാരെ എല്ലാം ഭഗവാൻ തന്നിട്ടുണ്ട്. അവരുടെ ഷെൽട്ടർ എടുത്ത്, അവരുടെ ആശ്രയം എടുത്ത് നമുക്ക് ഭഗവാന്റെ അടുത്ത് പറയാം. ശ്രീമദ് ഭാഗവതത്തില് ഭഗവാൻ പറയും, ഒന്നാമത്തെ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ, എനിക്കാണ് 18-ാമത്തെ ശ്ലോകമാണെന്ന് തോന്നുന്നു, ഭഗവാൻ പറയും, ശുശ്രൂഷദാനസ്യ പുണ്യതീർത്ഥ നിവേശനാത്. ഓ വൈസ് ബോൺ സേജസ്, റൈറ്റ്? ശുശ്രൂഷദാനസ്യ, റൈറ്റ്? ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുന്നതിലൂടെ എന്ത് പറയും? അതിലൂടെ നമുക്ക് തേജസ്, വാസുദേവന്റെ കഥകള്, വാസുദേവന്റെ ജ്ഞാനം, ഇതെല്ലാം ലഭിക്കുന്നതിനുള്ള അഫിനിറ്റി, താല്പര്യം നമുക്ക് വർദ്ധിക്കുന്നു. സോ വൈഷ്ണവരുടെ സേവ എടുക്കുന്നതിലൂടെ, വൈഷ്ണവരുടെ ആശ്രയം എടുക്കുന്നതിലൂടെ നമുക്കും ഭീഷ്മദേവനെ പോലെ, അർജുനനെ പോലെ എല്ലാം ഉള്ള ഉത്തമ ഭക്തനായിട്ട് എത്താൻ സാധിക്കും. സോ ഒരു ഭഗവാനും ഭക്തനും തമ്മിലുള്ള വളരെ രസകരമായ ഇന്ററാക്ഷൻ ആണ് ഇവിടെ കാണുന്നത്. ഭഗവാന് ഭക്തനോടുള്ള പ്രതിപത്തി, ഭക്തന് ഭഗവാനോടുള്ള സ്നേഹം, സർവം സമർപ്പിക്കുന്ന ഭാവം, ഭഗവാന്റെ പ്രീതിക്ക് എന്തോ അത് ചെയ്യാനുള്ള മനസ്ഥിതി, എത്ര റിസ്ക് എടുക്കാനും, റൈറ്റ്? ഭഗവാനെ പ്രീതിപ്പെടുത്താൻ, അതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് കൃഷ്ണ സ്പെഷ്യൽ മെർസി ഓൺ ദ ഡിവോട്ടി, റൈറ്റ്? ഭക്തന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഭഗവാൻ സ്വന്തം ശബദം എന്തും ഭഗവാൻ ഉപേക്ഷിക്കും. സോ ഭഗവാന്റെ ഭക്തവാത്സല്യം എല്ലാം നമുക്കിവിടെ ഈ ശ്ലോകത്തിലും ഭീഷ്മദേവന്റെ പ്രാർത്ഥനകളും കാണാം. ഇതെല്ലാം നമുക്ക് എന്തിനാണ്? ഇൻസ്പയർ ചെയ്യാൻ, ഭീഷ്മദേവനെ പോലെ ഒരു ഭക്തനാവാൻ, എങ്ങനെ ഭീഷ്മദേവന്റെ പാതയിൽ പോവാൻ. യുധിഷ്ഠിര മഹാരാജാവ് പറയും, മഹാജന ഏന ഗതാസ്തു പന്ത. ഇത്തരം മഹാജനങ്ങളുടെ രാസ്തകൾ, വഴികൾ, അവർ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ, അവരെ ഇമിറ്റേറ്റ് ചെയ്യാനല്ല, പക്ഷെ അവർ പറഞ്ഞു തന്ന വഴിയിലേക്ക്, നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തന്ന വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ, ഭഗവാന്റെ പ്രീതി അത് അതിനുവേണ്ടി എനി റിസ്ക് വി ക്യാൻ ടേക്ക് ടു പ്ലീസ് കൃഷ്ണ, പ്ലീസ് ഗുരു, റൈറ്റ്? സോ ചില പ്രഭുപാദ് എടുത്ത റിസ്ക് മാറി, ആചാര്യന്മാരെടുക്കുന്ന റിസ്ക് മാറി, ഫോർ ദ പ്ലഷർ ഓഫ് കൃഷ്ണ, റൈറ്റ്? സോ ആക്ച്വലി ചില പ്രഭുപാദ് നമുക്ക് കാണിച്ചു തന്നത്, ഡിവോഷണൽ സർവീസ് ഇസ് നോട്ട് സിറ്റിംഗ് ഇൻ വൺ പ്ലേസ് ആൻഡ് ഇറ്റ്സ് ഓൾസോ ഡിവോഷണൽ സർവീസ്, ബട്ട് അതിനേക്കാളും ഉപരിയായിട്ടുള്ളത് ആക്ച്വലി ഭഗവാനെ സേവിക്കാൻ വേണ്ടി എനി ടൈപ്പ് ഓഫ് സർവീസ് ദാറ്റ് കൃഷ്ണ പ്ലീസസ് കൃഷ്ണ, ടേക്കിംഗ് ഇറ്റ് അപ്പ്. അതാണ് ശ്രീല പ്രഭുപാദ് നമുക്ക് കാണുന്നത്. ഭഗവാനെ പ്രീതിപ്പെടുന്ന എന്ത് സേവയാണോ, അത് ഭക്തന്മാരെ പ്രീതിപ്പെടുത്തുന്ന എന്ത് സേവയാണോ, അത് ഏറ്റെടുക്കാനുള്ള താല്പര്യം, അത് ഏറ്റെടുക്കാനുള്ള മനസ്ഥിതി, അത് ഏറ്റെടുക്കാനുള്ള റിസ്ക് എടുക്കാനുള്ള താല്പര്യം. ആൻഡ്
ഇന്ന് കലിയുഗത്തില് നമ്മുടെ ആചാര്യ പരമ്പരയ്ക്ക് ഏറ്റവും പ്രീതിപ്പെടുത്തുന്ന സേവ എന്താണ്? പ്രചരണം. ഒരു എത്തരത്തിലുള്ള റിസ്കുകളും എടുക്കുന്നു. പാശ്ചാത്യ നേടിതാടി പോകുന്നു, സ്വന്തം ആരോഗ്യം, സ്വന്തം സ്ഥിതി, അതെല്ലാത്തിലും ഉപരിയായിട്ടുള്ള ഇതെല്ലാം മറികടന്ന് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ഭഗവാന്റെ നാമപ്രചരണത്തിലായിട്ട് അവര് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഹരിനാമ സങ്കീർത്തനമാവട്ടെ, ഒരു വ്യക്തിക്ക് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആവട്ടെ, which pleases Krishna the most, which pleases Acharyas the most. So നമുക്ക് എല്ലാവർക്കും കൃഷ്ണാബോധത്തിൽ അനുവർത്തിക്കാനും കൂടുതൽ പുരോഗതി ലഭിക്കാനും ഇത് മറ്റ് ജീവാത്മാക്കളിലേക്ക് എത്തിക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. I am very thankful to Mataji and Prabhu for giving me this chance to glorify Srimad Bhagavatam. Thank you. Hare Krishna. Vandavanam. Vansakalpatarubhyasya kripasindhubhyascha patitanam pavanebhyo vaishnavebhyo namo namaha. Anantakoti Vaishnavandi ki jai. Hari Bol. Hare Krishna Prabhu ji, Pranam Prabhu ji. Krishna. കൃഷ്ണ പ്രഭു പ്രണാമം. താങ്ക് യു. എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ചോദ്യങ്ങൾ എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കാം. ഹരി ബോൾ. കൃഷ്ണ പ്രഭുജി പ്രണാമം. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാം പ്രഭുജി. Hare Krishna Prabhu, thank you so much. Hare Krishna. Thank you Prabhu. Hare Krishna. Hare Krishna. Thank you, Mataji. Hari Bol. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. Krishna. ഹരേ കൃഷ്ണ പ്രഭു. Hari Bol. Thank you, Mataji. Hare Krishna. ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ Thank you for the wonderful class. Thank you, Prabhu. Hare Krishna. Hare Krishna.